ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ CPIM-മായി ഒത്തുതീർപ്പിലെത്തി പ്രതികളെ വെറുതെ വിടാനുള്ള പരിപാടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഉള്ളത് എന്നാണ് ഐ ഗ്രൂപ്പുകാർ പറയുന്നത്. അത്യാധുനിക മൊബൈലും ഇന്റർനെറ്റും ഫേസ്ബുക്കും എല്ലാമായി പ്രതികൾ ജയിലിൽ ആഡംബര ജീവിതം നയിക്കുന്നത് കണ്ട് ഐ ഗ്രൂപ്പുകാർക്ക് തീരെ സഹിക്കുന്നില്ല. എന്നാൽ തന്റെ വകുപ്പ് പോലെ 22 കാരറ്റ് തിളക്കമുള്ള മറ്റേത് വകുപ്പുണ്ട് എന്നാണ് തിരുവഞ്ചൂർ ചോദിക്കുന്നത്. കേരളത്തിലുണ്ടായിട്ടുള്ള ക്രിമിനൽ കേസുകളിലെല്ലാം കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റി. എറണാകുളത്തടക്കം കുറ്റവാളികളെ കണ്ടെത്താൻ ശ്രമിക്കുക മാത്രമല്ല പറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസിനകത്ത് കുറ്റവാളിയെ കിട്ടാനായിട്ട് താമസം വന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ആ കേസന്വേഷണം നടക്കുന്നുണ്ട്. ഇവന്മാർ നല്ല കിടിലൻ തീവ്രവാദികളാണെന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. നീയൊക്കെ ഇപ്പൊ എന്ത് ഓപ്പറേഷൻ ആടാ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വിടില്ല. ഞങ്ങൾ കേരളത്തിലൊട്ടാകെ ഇത് സംബന്ധിച്ച ഡ്രൈവ് നടത്തുന്നുണ്ട്. ബ്ലേഡ് മാഫിയക്കെതിരായിട്ട് ഗുണ്ടാ സെറ്റിനകത്ത് കേരളം നിയമസമാധാന രംഗത്ത് നമ്പർ 1 ആണ് എന്നാണ് ചില സർവേകളിൽ പോലും വരുന്നത്. നാണമില്ലാത്തവന്റെ ആസനത്തിൽ ഒരാല് മുളച്ചാൽ അതൊരു തണല എന്ന നിലയിൽ ആഭ്യന്തരമന്ത്രി തുടരുന്നത് ലജ്ജാകരമാണ്. ടി.പി. വധക്കേസിൽ തിരുവഞ്ചൂർ കാണിക്കുന്ന മികവ് സ്വന്തം പാർട്ടിയുടെ പിള്ളേർ തന്നെ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി ഒന്നും നോക്കണ്ട. ആഭ്യന്തരമന്ത്രിക്ക് കൂട്ടായി ജയിൽ DGP തന്നെ ഒടുവിൽ രംഗത്ത് വന്നു. ടി.പി. വധക്കേസ് പ്രതികളെ ശിക്ഷിക്കാൻ ബോധപൂർവം നടത്തിയ ഗൂഢാലോചനയാണത്രേ ഫേസ്ബുക്ക് വിവാദം. ഏതോ ടി.പി. ചന്ദ്രശേഖരൻ എവിടെയോ വെച്ച് ആരുടെയോ വെട്ടേറ്റ് മരിച്ചതിന് അവരെന്തു പിഴച്ചു? അലിഗേഷൻ വന്ന സമയം വളരെ പെക്കൂലറാണ്. 30-ാം തീയതിയോടുകൂടി അവരുടെ ജഡ്ജ്മെന്റ് വരികയാണ്. അപ്പോൾ ആ ജഡ്ജ്മെന്റിൽ ആ ജഡ്ജിയെ ഇവർക്കെതിരെ കഠിനമായ കുറ്റം കൊടുപ്പിക്കാൻ വേണ്ടി, പ്രേരിപ്പിക്കാൻ വേണ്ടി, ജഡ്ജിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരാൾ ശാസ്ത്രീയമായി ഉണ്ടാക്കിയ എവിഡൻസ് ആണോ ഇല്ലയോ നമുക്ക് അറിഞ്ഞൂടാ. 2, ടി.പി. ചന്ദ്രശേഖരൻ വധ കേസിൽ അഥവാ ഇവർ രക്ഷപ്പെട്ടാലും ഈ കേസിലെങ്കിലും അവനെ 6 മാസം ശിക്ഷിക്കണമെന്ന് ഉദ്ദേശമുള്ള ഒരാളെ ഓപ്പറേറ്റ് ചെയ്താണോ? നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചിന്തിക്കുമ്പോൾ ഓൾ പോസിബിലിറ്റീസ് ചിന്തിക്കണം, അല്ലാതെ മൈൻഡ് ഫോർക്ലോസ് ചെയ്തൊന്നും ചിന്തിക്കാൻ പാടില്ല. അത്രയും വലിയ ഗൂഢലക്ഷ്യങ്ങൾ ഈ ഫേസ്ബുക്ക് വിവാദത്തിനുണ്ടെന്ന് കാണാൻ ഡെമോക്രസിക്ക് പോലും കഴിഞ്ഞില്ല. എന്തൊക്കെയാണ് ശത്രുക്കളെല്ലാം കൂടി പറഞ്ഞു പരത്തിയത്? ഒരു മൊബൈൽ ഉപയോഗിച്ചതിന്, ഒന്ന് ഫേസ്ബുക്ക് നോക്കിയതിന്, ഒരു ബർമൂഡ ഇട്ടതിന്. മൊബൈൽ കയറാത്ത ഒരു ജയിലും ഇന്ത്യയിലില്ല. മൊബൈൽ കയറാത്ത ഒരു ജയിലും ലോകത്തിലില്ല. പെൻസിൽവാനിയ ഹൈ സെക്യൂരിറ്റി പ്രിസൺ, അമേരിക്കയിലുള്ള പ്രിസണിൽ നിന്ന് മൊബൈൽ പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ജയിലാണ് ഹൈദരാബാദിലെ ചർലപ്പള്ളി ജയിൽ. അതിനകത്തുനിന്ന് മൊബൈൽ പിടിച്ചിട്ടുണ്ട്. 1200 പോലീസുകാർ കാവൽ നിൽക്കുന്ന ജയിലാണ് ഡൽഹിയിലെ തിഹാർ ജയിൽ. അതിനകത്തുനിന്ന് ഒരാണ്ടിൽ പെർ ഇയറിൽ ഒരു 30-40 മൊബൈൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ മൊബൈൽ പരിപൂർണമായി നിർത്തലാക്കാൻ ഏതെങ്കിലും ജയിലധികാരിക്കോ ജയിൽ സ്റ്റാഫിനോ പറ്റും എന്നുള്ള ഒരു പ്രിസംഷൻ നിങ്ങൾ ആദ്യമായി ഉപേക്ഷിക്കേണ്ട ഒരു പ്രിസംഷനാണ്. ഇനി തടസ്സപ്പെടുത്താൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, കണ്ണൂർ ജയിലിൽ ഞങ്ങൾ 20 ലക്ഷം രൂപ മുടക്കി കെൽട്രോണിനെ കൊണ്ട് ഒരു മൊബൈൽ ജാമർ ഫിറ്റ് ചെയ്തു. ആ മൊബൈൽ ജാമർ പരാജയപ്പെട്ടു. പിന്നീട് രണ്ടാമത് അതിലും ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയ ഒരു മൊബൈൽ ജാമർ 40 ലക്ഷം രൂപയ്ക്ക് കണ്ണൂർ ജയിലിൽ വെച്ചു. അതുകൊണ്ടും മൊബൈൽ ജാം ചെയ്യാൻ പറ്റുന്നില്ല. സൂപ്രണ്ടിന്റെ സ്റ്റാഫിനും തൊട്ടപ്പുറത്തെ കേരളോമതിയുടെ ഒരു എഡിറ്ററുണ്ട്, അദ്ദേഹത്തിനും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. ബാക്കി ജയിലിനകത്ത് തടവുകാരെ സ്വസ്ഥരമായി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. 40 ലക്ഷം രൂപ നമ്മൾ മുടക്കിയതിന് ശേഷം കുറച്ച് പൈസ നമുക്ക് കിട്ടിക്കണ, നമ്മളെ സ്വപ്നം കണ്ടേക്കണ, ടിക്കറ്റം മൊബൈല് വാങ്ങിക്കണ, ഞെക്കി കുത്തി ഹാലോ ഒന്ന് പറഞ്ഞേക്കണ. റിമാൻഡ് തടവുകാരാണ്. അവർക്ക് അവരുടെ വസ്ത്രം ധരിക്കാം. വസ്ത്രം ഇത്രേ പാടുള്ളൂ എന്ന് റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ അവർ ധരിച്ചുകൊണ്ടിരുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന വസ്ത്രം 3 സെറ്റ് അവരുടെ കയ്യിലുണ്ട്. 11 തടവുകാരുണ്ട്. അവർക്കെല്ലാം കൂടെ 33 സെറ്റ് വസ്ത്രമുണ്ട്. ആ വസ്ത്രത്തിനകത്ത് ഒരുത്തൻ്റെ ഈ ബർമുഡായും ഉണ്ട്. ബർമുഡ ഇടരുതെന്ന് ഒരു ജയിൽ നിയമവും ഇല്ല.
ബർമുഡ ഇടരുന്ന നിയമമുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. അങ്ങനൊരു നിയമം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അവരുടെ സിവിൽ ഡ്രസ് അവർ ധരിക്കുന്നു. അവരുടെ അക്കോമഡേഷൻ പരിതാപകരമായ അക്കോമഡേഷനാണ്. അവരെ ഇട്ടിരിക്കുന്നത് സെൽ ബ്ലോക്കിലാണ്. സെൽ ബ്ലോക്ക് കൺവിക്റ്റഡ് പ്രിസണേഴ്സിനെ മാത്രം ഇടാവുന്ന ഒരു സ്ഥലമാണ് സെല്ലിൽ കൊണ്ടിടുക എന്ന് പറയുന്നത്. പക്ഷേ ഇവരെ റിമാൻഡ് പ്രിസണേഴ്സായി അവരെ ജനറൽ ബാരക്കിലാണ് കൊണ്ടിടേണ്ടത്. പക്ഷേ എങ്കിലും അവർക്കെതിരെ ഇത്രയേറെ ആരോപണങ്ങളുള്ളത് കൊണ്ട് അവരെ കൊണ്ടുവന്ന് സെൽ ബ്ലോക്കിലിട്ടു. 2 പേര് ഒരു സെല്ലിൽ കിടക്കുന്ന ബ്ലോക്കാണ്. ആ സെൽ ബ്ലോക്കിനകത്ത് ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയ്ക്കകത്ത് ആ സെല്ലിൻ്റെ മുഴുവൻ കാര്യങ്ങൾ കാണാവുന്ന രീതിയിലാണ് ആ ക്യാമറ ഫിറ്റ് ചെയ്തത്. ആരാന്ന് ചോദിച്ചിക്കണ്, കൽപ്പിക്കേണ്ട മോൻ്റെന്നും കേട്ടിക്കണ്, വിറച്ചിട്ട് മൊബൈല് വീണിക്കണ്, പൊട്ടിട്ടില്ല പടച്ചോൻ കാത്തിക്കണ്. മെസ്സേജ് വന്നിക്കണ്, വായിക്കാൻ ആളെയും വെച്ചിക്കണ്, ആ ഹിമാറ് പറ്റിച്ചിക്കണ്. അവർക്ക് കട്ടിൽ കൊടുത്തിട്ടില്ല, അവർക്ക് കസേര കൊടുത്തിട്ടില്ല, അവർക്ക് ഫാൻ കൊടുത്തിട്ടില്ല, ഈ വിധമായ കാര്യങ്ങളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല. എന്താണ് ഈ രാജകീയ സൗകര്യം കൊടുത്തതെന്ന് നിങ്ങൾ ആരോപിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് യാതൊരു വിധമായ രാജകീയ സൗകര്യവും കൊടുത്തിട്ടില്ല. പിന്നെ അവൻ മുണ്ട് മടക്കി കുത്തി അതുവഴി നടന്നാൽ സാധാരണ തടവുകാരനെ അഴിച്ചിട്ടാന്ന് പറയും. പക്ഷെ കോഴിക്കോട് ജയിലിൽ അവൻ്റെ മുണ്ട് അഴിപ്പിക്കാനുള്ള ധൈര്യം അവിടുത്തെ സ്റ്റാഫിന് ഇപ്പോൾ ഇല്ല. അത് രാജകീയ സൗകര്യമാണെങ്കിൽ ആ സൗകര്യം അവർ ആസ്വദിക്കുന്നുണ്ട്. അതല്ലാതെ ഈ പറയുന്ന ഒരു രാജകീയ സൗകര്യവും ഈ തടവുകാർക്ക് കൊടുത്തിട്ടില്ല. മൊബൈൽ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ തൊട്ട് പറയുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓട്ടോർഷ ഓട്ടിക്കണ്, ചോട്ടുകുത്തി FM കേട്ടിക്കണ്, കേട്ടപ്പം അറിയാണ്ടൊന്നുറങ്ങിക്കണ്, കുറഞ്ഞപ്പോ നാട്ടിലെങ്ങും പാട്ടായിക്കണ്. ഒരു ഫോട്ടോ, ജയിലിനകത്തുള്ള ഒരു ഫോട്ടോ സൂപ്പർ ഇമ്പോസ് ചെയ്ത് ആർക്കും ഇടാം. വത്തിക്കാനിലെ മാർപ്പാപ്പയോട് കൊടുക്കുന്ന ഫോട്ടോ ആർക്കും ഉണ്ടാക്കാം. വൈറ്റ് ഹൗസിൽ ബാറക് ഒബാമയുടെ കൂടെ നിന്ന് ആളുകൾ ഫോട്ടോ എടുത്ത് ആൽബത്തിൽ വെക്കാറുണ്ട്. വടക്കേ അമേരിക്ക പോയിട്ട് പോലുമില്ല, അല്ലാതെ സ്വന്തം കണ്ടിട്ട് പോലും ഇല്ലാത്തവനാണ്. ഫോട്ടോ ഉണ്ടാക്കാം. ആധുനിക ഇലക്ട്രോണിക് യുഗത്തിൽ അങ്ങനെയുള്ള പല മോർഫിങ്ങും പറ്റും. അതുകൊണ്ട് ആ ചിത്രം നമ്മൾ ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷം അത് പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ ടെലിവിഷനിൽ ആ തടവുകാരനെ വിളിക്കുന്ന ഒരു ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചിരുന്നു. ഞങ്ങൾ ആ തടവുകാരൻ്റെ ശബ്ദം ദിവസവും കേൾക്കുന്നവരാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ചെവി കൊണ്ട് പരിശോധിച്ചപ്പോൾ ആ തടവുകാരൻ്റെ ശബ്ദമാണെന്ന് തോന്നുന്നില്ല. ഇത് പറഞ്ഞത് മഹാപരാധമാണെന്നുള്ള രീതിയിലാണ് ടെലിവിഷൻ ചാനലുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ചെവിയെ വിശ്വസിച്ച് നോക്കിയപ്പോൾ ആ ശബ്ദം അല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. വോയിസ് അനലൈസർ വെച്ചിട്ട് പരിശോധിച്ച് നോക്കുക. അവൻ്റേതാണെങ്കിൽ ശരി, അവനെ അതിൻ്റെ പേരിൽ നടപടിയെടുക്കാം, സംശയമൊന്നും വേണ്ട. പക്ഷേ ശാസ്ത്രീയമായൊരു പരീക്ഷണം നടത്തി അത് കണ്ടുപിടിക്കാനുള്ള ബാധ്യത ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ്ക്കുള്ളതാണ്. അലക്സാണ്ടർ ജേക്കബും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അനുഭവിക്കുന്ന ദുരിതം താങ്ങാൻ ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വന്നു. ഐ ഗ്രൂപ്പുകാർ പോലും സഹായിക്കാനില്ലാത്തതല്ലേ? കൊടി സുനിയെയും കിർമാണി മനോജിനെയും എല്ലാം പെടുത്താൻ ആരോ ശ്രമിക്കുന്നുണ്ടത്രേ. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകന്മാർ കോഴിക്കോട് ജയിലിൽ കിടക്കുന്ന ഈ തടവുകാർക്ക് വേണ്ടി, ചില പ്രതികൾക്ക് വേണ്ടി ജില്ലാ കോടതിയിൽ വാദം ആരംഭിച്ചു. ആ ദിവസം തന്നെ കണക്കാക്കിക്കൊണ്ടാണ് ഈ വിവാദങ്ങൾ പുറത്തു വന്നത്. കോടതിക്കെതിരായിട്ടുള്ള നിലപാട്, കോടതി തടവുകാർക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന ഉദ്ദേശം ഈ വിവാദത്തിൻ്റെ പിറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. സംഗതി എല്ലാവർക്കും പിടികിട്ടി കാണുമല്ലോ. മറ്റൊന്നും പറയാനില്ലാത്തതിനാൽ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് ജയിലിൽ ചപ്പാത്തി ഉണ്ടാക്കൽ. അങ്ങനെ ചപ്പാത്തിയും കളി വിൽക്കുന്നതുകൊണ്ടാണ് ജയിലിൽ കലാപം ഉണ്ടാകാതെ, റിബലിൻ ഉണ്ടാകാതെ നിൽക്കുന്നത്. ഞങ്ങൾ 5 കോടി ചപ്പാത്തി വിറ്റു കഴിഞ്ഞ 1.5 വർഷം കൊണ്ട്.